രാഹുൽ ഗാന്ധിയും ടി വാസുദേവൻ നായരും. ഇന്നിപ്പോൾ ടി വാസുദേവൻ നായർ, വിശ്വസാഹിത്യകാരനായ ടി വാസുദേവൻ നായർ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ഭാരത് ജോഡോ യാത്രക്കിടയിൽ സമയമുണ്ടാക്കി രാഹുൽ ഗാന്ധി ടി വാസുദേവൻ നായർ തൻ്റെ വീട്ടിൽ പോയി കോഴിക്കോട് കൊട്ടാരം റോഡിലുള്ള സിത്താര എന്ന വീട്ടിൽ പോയി സന്ദർശിക്കുകയും ആ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു സെല്യൂട്ട് കൊടുക്കുകയും ചെയ്യുന്ന രംഗമാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അദ്ദേഹം സമ്മാനമായി കൊടുത്തത് തൻ്റെ പോക്കറ്റിലിരുന്ന ഒരു പേനയാണ്. അതായത് താൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പേനയാണ് ടി വാസുദേവൻ നായർ രാഹുൽ ഗാന്ധിക്ക് സമ്മാനിച്ചുള്ളത്. തുടർന്ന് കഥകളി അടക്കമുള്ള കാര്യങ്ങൾ അവർ ഒരുമിച്ച് കാണുകയും അത് വളരെ വിലപ്പെട്ട മുഹൂർത്തങ്ങളായി പിന്നീട് രാഹുൽ ഗാന്ധി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഒരു വലിയ അനുഭവമുണ്ടായി എന്നുള്ള കാര്യം അദ്ദേഹം പിന്നീട് ഡൽഹിയിൽ യാത്രക്കിടയിൽ സ്മരിക്കുകയുണ്ടായി. ടി വാസുദേവൻ നായരെ പോലെയുള്ള ഒരാളെ കാണാൻ കഴിഞ്ഞതിലും അദ്ദേഹത്തിനോടൊപ്പമുള്ള കുറഞ്ഞ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിലും വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് അദ്ദേഹം കരുതിയിട്ടുള്ളത്. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കാശ്മീർ വരെയുള്ള ഒരു യാത്രയിൽ 4500ഓളം കിലോമീറ്റർ താണ്ടി നടന്ന് ഇന്ത്യയെ കണ്ടെത്താനുള്ള യാത്രയിൽ അദ്ദേഹം പ്രമുഖരായ സാഹിത്യകാരന്മാരെയും സാംസ്കാരിക നായകന്മാരെയും പ്രമുഖമായ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചുകൊണ്ടാണ്, ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടാണ് അദ്ദേഹം യാത്ര ചെയ്തത്. ആ നീണ്ട യാത്ര എന്ന് പറഞ്ഞാൽ രാജ്യത്തെ പഠിക്കുക, ജനങ്ങളെ പഠിക്കുക, ജനങ്ങളെ പ്രശ്നങ്ങൾ പഠിക്കുക, ഇതൊക്കെ അറിയാൻ വേണ്ടി ഇറങ്ങി തിരിച്ച രാഹുൽ ഗാന്ധി കോഴിക്കോട് ടി വാസുദേവൻ നായരെ കാണാൻ സമയം കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മഹാഭാഗ്യമാണ്. ടി വാസുദേവൻ നായരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അദ്ദേഹം അത് അംഗീകരിച്ചിരുന്നു എന്നുള്ള കാര്യം. എന്തായാലും അതൊരു വലിയ മുഹൂർത്തമായി തന്നെ രാഹുൽ ഗാന്ധി കാണുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാഹുൽ ഗാന്ധി അത്രയും വില വെച്ചിട്ടുള്ള, ബഹുമാനിച്ചിട്ടുള്ള, ആദരിച്ചിട്ടുള്ള, അംഗീകരിച്ചിട്ടുള്ള ഒരു സാഹിത്യകാരനാണ്, എഴുത്തുകാരനാണ്, സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്, പത്രപ്രവർത്തകനാണ് ടി വാസുദേവൻ നായർ. അദ്ദേഹം കേരളത്തിൽ അപൂർവം ചിലരെ മാത്രമാണ് നേരിട്ട് അങ്ങോട്ട് പോയി ആ യാത്രക്കിടയിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ടി വാസുദേവൻ നായർ. എന്തായാലും ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ദേശീയ നേതാവ് ഇന്ദിരാഗാന്ധിയുടെ മകൻ ആയിട്ടുള്ള, കൊച്ചുമകനായിട്ടുള്ള രാഹുൽ ഗാന്ധി തൻ്റെ യാത്രക്കിടയിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരാളെ കണ്ടെത്താൻ വേണ്ടി സമയം ചെലവഴിച്ചു എന്ന് പറയുന്നത് അത് കേരളത്തിൻ്റെ കൂടി ഭാഗ്യമാണ്. കേരളത്തെ കണ്ടറിഞ്ഞ ഒരാളാണ് രാഹുൽ ഗാന്ധി എന്ന് ഈ കാര്യത്തിൽ തന്നെ തെളിയിക്കുന്നൊരു കാര്യമാണ്. നന്ദി, നമസ്കാരം.